വീഡിയോ എടുക്കുന്നത് ഭയങ്കര സന്തോഷത്തിലാണ്. ഇപ്പം കിട്ടിയ ഒരു ന്യൂസിന്റെ പുറത്താണ് വീഡിയോ. എന്നെ കാണിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. രണ്ടര വർഷമായിട്ട് കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ്. ബട്ട് സ്റ്റിൽ ദേ കെയിം ഫോർ IVF ഡ്യൂ ടു ഡെഫിനറ്റ് റീസൺസ് വെച്ചിട്ട് തന്നെയാണ് IVF എത്തിയത്. മെയിൽ ഫാക്ടർ ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ എംബ്രിയോ ഉണ്ടായപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല എംബ്രിയോസ് കിട്ടി. ഒരു 3 സെറ്റെന്തോ എംബ്രിയോസ് കിട്ടി. ഞങ്ങൾ ആദ്യത്തെ ട്രാൻസ്ഫർ ചെയ്തു, നെഗറ്റീവായി. ഭയങ്കര വിഷമമായിരുന്നു. സെക്കൻഡ് ട്രാൻസ്ഫർ ചെയ്തു, മീൻസ് പിന്നെ IVF ചെയ്യേണ്ടി വന്നില്ല. നേരത്തെ ഇരുന്ന സെറ്റ് ഓഫ് എംബ്രിയോസ് വെച്ച് അത് നെഗറ്റീവായി. എന്നിട്ട് വീണ്ടും ഞാൻ കൺവിൻസ് ചെയ്തു അവരെ, ഇനി ഇരിപ്പുണ്ടല്ലോ എംബ്രിയോ, അവർ നിർത്താൻ പോകാമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യരുത്, നമുക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ തേർഡ് ട്രാൻസ്ഫർ. സാധാരണ ഇവിടെ നമുക്കൊരു എമൗണ്ട് ആവാറുണ്ട് ഹോസ്പിറ്റലിലെ ട്രാൻസ്ഫർ, അത് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്തതെന്ന് തോന്നുന്നു. അതിൻ്റെ റിസൾട്ട് ഇന്നാണ് വന്നത്. ആൻഡ് അത് പോസിറ്റീവാന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. അത് ഭയങ്കര സന്തോഷമായി പോയി. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുതെന്നാണ്. ഞാൻ IVF ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഗീവ് അപ്പ് ചെയ്യരുത്. ചില കണ്ടീഷനുണ്ട്, ഞാൻ തന്നെ അവർക്ക് പറയണടാ വേണ്ട, വിൽ ഗോ ഫോർ ദിസ്. അല്ലാത്തവർ പെർസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വേണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. എൻ്റെ അടുത്ത് ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് തന്നെ ആയിരിക്കണം. മുന്നോട്ട് പോവുക, കറക്റ്റ് സ്റ്റെപ്സ് മുന്നോട്ട് പോകുക. ഒരു നെഗറ്റീവ് ആവുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാനുള്ളത്. നമുക്ക് ഒരുമിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗോളിൽ ഉറപ്പായിട്ടും എത്താൻ സാധിക്കട്ടെ.